Turning to book of Numbers, chapter 21, verse 7 to 9. സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. Praise be to his holy name. അവന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം. Here we can read about 5 serpents which were sent among Israelites. ഇസ്രായേലിന്റെ നടുവിൽ അയക്കപ്പെട്ട അഗ്നി സർപ്പത്തെ സംബന്ധിച്ച് നാം ഇവിടെ കാണുന്നു. This fiery serpent, and it is venom, even today it is working. ഈ അഗ്നി സർപ്പവും അതിന്റെ വിഷവും ഇന്നും പ്രവർത്തിക്കുന്നു. Those days, literally it worked. അന്നാളിൽ അക്ഷരികമായി അത് ക്രിയ ചെയ്തു. They could see, they could understand, literally. അവർക്ക് അക്ഷരികമായി കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നു. But now it is working everywhere. എന്നാൽ ഇപ്പോൾ എല്ലായിടങ്ങളിലും അത് ക്രിയ ചെയ്യുന്നു. Many, they don't see it, but they feel after some time. പലരും അതിനെ കാണുന്നില്ല എങ്കിലും അല്പം കഴിഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. It is very secretly, very cunningly works amongst all. എല്ലാവരുടെയും ഇടയിൽ രഹസ്യമായി ഉപായ രൂപേണ അത് പ്രവർത്തിക്കുന്നു. Our life is through wilderness. നമ്മുടെ ജീവിതം മരുഭൂപ്രയാണമാണ്. As people of Israel, they face different up and downs and different things in our life. We too facing different things. ഇസ്രായേലിയരുടെ ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളും പലവിധ കാര്യങ്ങൾ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ സംഭവിക്കുന്നു. Especially these days we can compare with those days which they faced fiery serpents in wilderness. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നാളുകളെ അന്ന് അവർ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തെ നേരിട്ട നാളുകളെ പോലെ നമുക്ക് തുലനം ചെയ്യാം. It was true. They were delivered when they looked upon the brazen serpent which was lifted up. ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തെ നോക്കിയപ്പോൾ അവർ വിടുവിക്കപ്പെട്ടു, സത്യം തന്നെ. They murmured against Moses. മോശയ്ക്ക് വിരോധമായി അവർ പിറുപിറുത്തു. They murmured against God. ദൈവത്തിന് വിരോധമായി പിറുപിറുത്തു. God did many miracles and wonders in their midst. അവരുടെ മധ്യേ അനവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവം ചെയ്തിരുന്നു. Even while they were in Egypt and after left Egypt, God did many miracles. മിസ്രൈമിൽ അവർ ആയിരുന്നപ്പോഴും മിസ്രൈം വിട്ടപ്പോഴും ദൈവം പല അത്ഭുതങ്ങളും ചെയ്തു. Through different plagues, God brought them out without any harm unto people of Israel. പല ബാധകൾ അയച്ച ഇസ്രായേലിലേക്ക് ഒരു ഹാനിയും വരാതെ ദൈവം അവരെ പുറപ്പെടുവിച്ചു. God divided Red Sea. ചെങ്കടൽ ദൈവം വിഭാഗിച്ചു. Brought manna from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് മന്ന ദൈവം കൊണ്ടുവന്നു. From flint of the rock, God gave water. തിക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ദൈവം കൊടുത്തു. Day after day, they could see many miracles in life. ദിനംതോറും ജീവിതങ്ങളിൽ അനവധി അത്ഭുതങ്ങൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. But they much more murmured and complained against God. പിന്നെയും അധികമായി ദൈവത്തോട് പരാതി പറയുകയും പിറുപിറുക്കുകയും ചെയ്തു. They got manna, that angels' food from heaven. ദൂതന്മാരുടെ ആഹാരമായ മന്ന സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചു. God opened flint of rock and gave water. തിക്കൽപ്പാറ പിളർന്ന ദൈവം വെള്ളം കൊടുത്തു. But many times for bread and water, they murmured. പലപ്പോഴും അപ്പത്തിനും വെള്ളത്തിനുമായി അവർ പിറുപിറുത്തു. Here, they murmured for the long distance, that way. ഇവിടെ വഴിയുടെ ദൂരം പറഞ്ഞുകൊണ്ട് അവർ പിറുപിറുത്തു. That time, fiery serpents were sent. ആ സന്ദർഭത്തിൽ അഗ്നിസർപ്പം അയക്കപ്പെട്ടു. That bit the people. അത് ജനത്തെ കടിച്ചു. Immediately, they came to Moses. പെട്ടെന്ന് അവർ മോശയുടെ അടുക്കൽ വന്നു. They said, pray unto the Lord that he take away serpents from us. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിക്കണമേ എന്ന് മോശയോട് അപേക്ഷിച്ചു. Moses prayed for people. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. God did not take away serpents. ആ സർപ്പങ്ങളെ ദൈവം എടുത്തു മാറ്റിയില്ല. Serpents were there. സർപ്പം അവിടെ ഉണ്ടായിരുന്നു. But along with that, God said, let there be a brazen serpent upon a pole. ഒരു മരത്തിന്മേൽ ഒരു സർപ്പത്തെ ഉണ്ടാക്കി തൂക്കുക എന്ന് പറഞ്ഞു. Make thee a fiery serpent and set it upon a pole, and it shall come to pass, everyone that is bitten, when he looketh upon it, shall live. ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. He said, let you make one brazen serpent. ഒരു താമ്രസർപ്പത്തെ നിങ്ങൾ ഉണ്ടാക്കുക, Set it upon a pole. ഒരു കൊടിമരത്തിന്മേൽ തൂക്കുക. Not many, പലതല്ല, only one. ഒരേ ഒരെണ്ണം. For all Israelites, only one. എല്ലാ ഇസ്രായേലർക്കും വേണ്ടി ഒരെണ്ണം. Set it upon the pole. അത് കൊടിമരത്തിന്മേൽ തൂക്കുക. When fiery serpents bite, അഗ്നിസർപ്പം കടിക്കുമ്പോൾ let them look upon. അവർ അതിനെ നോക്കട്ടെ. That venom which is in their body, it will just go out. അവരുടെ ശരീരത്തിലുള്ള ഈ വിഷം അങ്ങനെ ഇറങ്ങിപ്പോകും. No need to do any magic or any medicine, but when you look upon that itself,
enough for you to remove all the venom from your body. മന്ത്രവാദമോ മരുന്നോ വൈദ്യന്റെയോ സഹായം തേടേണ്ട ആവശ്യമില്ല. താമ്രസർപ്പത്തെ നോക്കിയാൽ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിലെ വിഷം ഇറങ്ങിപ്പോകും. What a beautiful way God prepared for Israelites. ഇസ്രായേലിലേക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മനോഹരമായ വഴി നോക്കുക. Very easy way. എളുപ്പമുള്ള വഴി. Just look upon it. ഒന്ന് നോക്കിയാൽ മതി. By that you will get relief. അതിലൂടെ നിനക്ക് ആശ്വാസം ലഭിക്കും. Whoever look upon that brazen serpent, ആർ താമ്രസർപ്പത്തെ നോക്കിയാലും how much more that poison has gone into their life. അവന്റെ ജീവിതത്തിൽ വിഷം എത്ര കടന്നു ചെന്നിരുന്നാലും They may be about to die അവർ മരിക്കത്തക്ക and they നിലയിലായിരിക്കും. may be almost fainted. അല്ലെങ്കിൽ ഏറെക്കുറെ മരണത്തോടടുത്ത് കാണും. In such time when they look upon ആ സന്ദർഭത്തിൽ അതിനെ നോക്കിയാൽ that healing strength from that brazen serpent, it will enter. താമ്രസർപ്പത്തിൽ നിന്നുള്ള രോഗശാന്തിയുടെ ശക്തി അവരിൽ കടക്കും. In New Testament it is compared with Jesus Christ. പുതിയ നിയമത്തിൽ അത് യേശുവിനോട് ഉപമിച്ചിരിക്കുന്നു. Jesus Christ is that brazen serpent. യേശു ക്രിസ്തുവാകുന്നു ആ താമ്രസർപ്പം. He is the only brazen serpent. അവനാകുന്നു ഏക താമ്രസർപ്പം. He is the only brazen serpent for whole world. മുഴു ലോകത്തിനുമുള്ള ഒരേ ഒരു താമ്രസർപ്പം യേശുവാണ്. This brazen serpent doesn't bite. ഈ താമ്രസർപ്പം കടിക്കയില്ല. From this brazen serpent no one get any poison. ഈ താമ്രസർപ്പത്തിൽ നിന്ന് ആരിലും വിഷം കടക്കയില്ല. By this brazen serpent no one will die. ഈ താമ്രസർപ്പം മുഖാന്തരം ആരും മരിക്കയില്ല. But Jesus told, I came into this world to give life and abundance of life. യേശു ഇപ്രകാരം പറഞ്ഞു, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാനും അത്രേ ഞാൻ വന്നത്. Yes, Jesus came into this world to give life and fullness of life. യേശു ജീവൻ നൽകുവാൻ ജീവന്റെ നിറവ് നൽകേണ്ടതിന്റെ ഭൂമിയിൽ വന്നു. Jesus himself reminded this incident in John the Gospel chapter 3 verse 14 when we read. യോഹന്നാന്റെ സുവിശേഷം 1-14 വാക്യം വായിക്കുമ്പോൾ യേശു തന്നെ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. As Moses lifted up the serpent in the wilderness, even so must the Son of Man be lifted up. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. Son of Man will be lifted up one day. ഒരു നാളിൽ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടും. When I will be lifted up, I will draw all men unto me. ഞാൻ ഉയർത്തപ്പെട്ടതിന് ശേഷമോ സകല മനുഷ്യരെയും എങ്കിലേക്ക് ആകർഷിക്കും. You just have to do or look upon me when I will be lifted up. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ നീ എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. Whatever that venom or whatever the poison, whatever the severity it may, it will go off like anything. ആ വിഷം എന്തായാലും ഗുരുതരമായ അനുഭവം എന്തായാലും അത് അങ്ങനെ തന്നെ പോയി പോകും. When mongoose and serpent or cobra fights, കീരിയും സർപ്പവും അല്ലെങ്കിൽ പാമ്പും തമ്മിൽ പോരാടുമ്പോൾ certain time this cobra with furious way it attacks mongoose. ചില സന്ദർഭത്തിൽ ഈ മൂർഖൻ പാമ്പ് ശക്തിയേറിയ നിലയിൽ കീരിയെ ആക്രമിക്കും. When it attacks, that venom enters into your body. അത് ആക്രമിക്കുമ്പോൾ അതിന്റെ വിഷം അതിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. What this mongoose does, ഈ കീരി എന്ത് ചെയ്യുന്നു? immediately it go and eat a herb and come back. പെട്ടെന്ന് പോയി ഒരു പച്ചച്ചെടി നിന്നിട്ട് മടങ്ങി വരും. That's all. അത്രമാത്രം. It knows a certain herb. ചില പച്ചച്ചെടിയെ സംബന്ധിച്ച് അതിനറിയാം. It goes there and eat the herb and come back. അത് പോയി അത് തിന്നിട്ട് മടങ്ങി വരും. By eating that herb, that venom, whatever enter into its body, it become nothing. അത് സസ്യം ഭക്ഷിക്കുന്ന മുഖാന്തരമായിട്ട് ശരീരത്തിൽ പ്രവേശിച്ച വിഷം അങ്ങനെ പോകും. This cobra waits that it will die, ഈ മൂർഖൻ പാമ്പ് ആ കീരി ചാകുന്നത് കാത്തിരിക്കും. but nothing happens. പക്ഷെ ഒന്നും സംഭവിക്കില്ല. Why? എന്തുകൊണ്ടാ? It ate a herb which kills that venom. അതൊരു സസ്യം ഭക്ഷിച്ചതുകൊണ്ട് ആ സസ്യം വിഷത്തെ നശിപ്പിക്കുന്നു. It comes back and tear in pieces. അതിനെ കഷണങ്ങളാക്കുന്നു. Why? എന്തുകൊണ്ടാ? That venom is not working in its body. അതിന്റെ ശരീരത്തിൽ ആ വിഷം പ്രവർത്തിക്കുന്നില്ല. Now the whole world under the venom of Satan. ഇപ്പോൾ സാത്താന്റെ വിഷത്തിന് കീഴിൽ മുഴു ലോകവുമായിരിക്കുന്നു. Venom of sin. പാപത്തിന്റെ വിഷം, Venom of sickness. രോഗത്തിന്റെ വിഷം, Venom of darkness. ഇരുട്ടിന്റെ വിഷം, Venom of death. മരണത്തിന്റെ വിഷം, Venom of fear. ഭയത്തിന്റെ വിഷം, Venom of worldliness. ലൗകികതയുടെ വിഷം. So many venom it is working. അനേക വിഷങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. It is biting. അത് കടിക്കുന്നു. God doesn't remove that serpent, ആ സർപ്പത്തെ ദൈവം നീക്കിക്കളയുന്നില്ല. but contrary way, God has set a brazen serpent that we may look upon and receive life. അതിന് പകരമായിട്ട് നാം നോക്കി ജീവൻ പ്രാപിക്കേണ്ടതിന് താമ്ര സർപ്പത്തെ ദൈവം വച്ചിരിക്കുന്നു. Many they are going to magicians, പലരും മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നു, many doctors, പല വൈദ്യന്മാരുടെ അടുത്ത്, or many gurus, ഗുരുക്കന്മാരുടെ അടുത്ത്, or holy rivers. അല്ലെങ്കിൽ പുണ്യനദിയിൽ. But how much more they try, that much more that venom is going to their head and it leads them to death. എത്രയധികം അവർ അങ്ങനെ ശ്രമിച്ചാലും അധികമായി വിഷം തലയിലേക്ക് കടന്നു എന്ന് മരണത്തിലേക്ക് നയിക്കുന്നു. But in our life, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ a very simple way God has ordained. ലളിതമായൊരു വഴി ദൈവം നിയമിച്ചിരിക്കുന്നു. And those who adopt the simple way in their life, they get life and deliverance and eternal life. ഈ ലളിതമായ വഴി പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ
ജീവൻ ലഭിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു, നിത്യജീവൻ ഉണ്ടാകുന്നു. In John the Gospel chapter 8 verse 28 when we read, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ, when ye have lifted up the Son of Man, then shall ye know that I am he. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും നിങ്ങൾ അറിയും. Yes, I am that brazen serpent who cures that you will come to know. ആ സൗഖ്യമാക്കുന്ന ആ താമ്രസർപ്പം ഞാൻ എന്ന് നിങ്ങൾ അറിയും. When I will be lifted up, that time you will come to know. ഞാൻ ഉയർത്തപ്പെട്ട ശേഷം നിങ്ങൾ അതറിയും. Second, രണ്ടാമതായി in John the Gospel chapter 12 verse 32 when we read, യോഹന്നാന്റെ സുവിശേഷം 12-32 വാക്യം വായിക്കുമ്പോൾ, if I be lifted up from the earth, I will draw all men unto me. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. I will draw all men unto me. സകല മനുഷ്യരെയും എങ്കിലേക്ക് Or ഞാൻ those who ആകർഷിക്കും. come to me, I will never cast them out. എന്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. Now, this COVID, it is putting their poison in every life. ഇപ്പോൾ ഈ കോവിഡ് തന്റെ വിഷം എല്ലാവരിലും വയ്ക്കുന്നു. Whole world is affected. മുഴു ലോകവും ബാധിതമായി. Especially India, it is affected very much. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അധികം ബാധിക്കപ്പെട്ടു. Now they say it is not through droplets, it is through air. It is a airborne disease. ഇപ്പോൾ അവർ പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാകുന്നു ഇതെന്ന്. It is not like before. It is spreading through air. മുമ്പത്തെ പോലല്ല, ഇപ്പോൾ വായുവിലൂടെ പകരുന്നു. It is much more serious now. ഇത് കുറെ കൂടെ ഗുരുതരമാണ്. Many are dying. അനേകർ മരിക്കുന്നു. We understand what is going on in India in different cities. ഇന്ത്യയിലെ പല പട്ടണങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. Death ratio is increasing. മരണനിരക്ക് കൂടുന്നു. There is no place to bury. അടക്കുവാൻ ഇടമില്ല. There is no firewood to burn. കത്തിച്ചു കളയുവാനുള്ളതായി വിറകുമില്ല. Like that, so many people are dying without any hope. ഇങ്ങനെ ആശയില്ലാതെ അനേകർ മരിക്കുന്നു. But there is a hope for everyone. പക്ഷെ എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. If they look into this Jesus, ഈ യേശുവിനെ അവർ നോക്കിയാൽ, if they look into this brazen serpent, ഈ താമ്രസർപ്പത്തെ അവർ നോക്കിയാൽ, who is lifted up for all or whole world, if they look into them, there is life. മുഴു ലോകത്തിന് വേണ്ടി ഉയർത്തപ്പെട്ടവനായ താമ്രസർപ്പത്തെ നോക്കിയാൽ അവർക്ക് പ്രത്യാശയുണ്ട്. That venom, that poison won't kill them. ആ വിഷം അവരെ കൊല്ലുകയില്ല. God is the only relief for into all men. സകല മനുഷ്യർക്കും വേണ്ടി രക്ഷ നൽകേണ്ടതിന് ദൈവം മാത്രമേ ഉള്ളൂ. I want to mention 5 things. 5 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. For to break, what are the poisons or venom we have to break? ഏതെല്ലാം വിഷത്തെ നാം തകർക്കണമോ അതിനെ തകർക്കണം. Through Jesus only we can do that. യേശുവിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. Venom of sin must be broken. പാപത്തിന്റെ വിഷം തകർക്കപ്പെടണം. Or venom of iniquity must be broken. അകൃത്യത്തിന്റെ വിഷം തകർക്കപ്പെടണം. In Isaiah 45:22 when we read, യശയ്യാപ്രവചനം 45-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, look unto me and ye shall be saved, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, all the ends of the earth, for I am God, there is none else. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, അല്ലാതെ വേറൊരു ദൈവവുമില്ല. Look unto me and be saved. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. What is the duty God has given unto us? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കടമ എന്താ? Wherever you are, look unto me. നിങ്ങൾ എവിടെയായിരുന്നാലും എങ്കിലേക്ക് നോക്കുവീൻ. You need not to bring anyone to any place that he may look unto me. ആരെയും എങ്ങും എങ്കിലേക്ക് നോക്കേണ്ടതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. In their respective places, whether they are in hospital or in sick ward or in their respective homes, they can look Jesus from that very place. അവർ രോഗശയ്യയിലായിരുന്നാലും രോഗക്കിടക്കയിലായിരുന്നാലും സ്വഭവനത്തിലായിരുന്നാലും എവിടെയിരുന്നും യേശുവിലേക്ക് നോക്കിയാൽ മതി. First Adam ate that forbidden fruit. ഒന്നാമത്തെ ആദാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. By that poison entered into him. അതിനാൽ അവനിൽ വിഷം കടന്നു. It is like a fire entered into his body. അത് അവന്റെ ശരീരത്തിൽ തീ പ്രവേശിച്ചതുപോലെയാണ്. Like a venom, it worked in his life and it passed through all descendants. വിഷം എന്ന പോലെ അവനിൽ പ്രവർത്തിച്ച തലമുറകളായി അത് കൈമാറി വന്നു. It killed him, അത് അവനെ കൊന്നു, killed his soul, അവന്റെ ദേഹിയെ കൊന്നു, and killed Eve also. ഹവ്വയെയും അത് കൊന്നു. It killed all his descendants. തന്റെ തലമുറകളെ എല്ലാം കൊന്നു. Now all are under that sin. ഇപ്പോൾ എല്ലാവരും പാപത്തിന് കീഴിലാണ്. They are separated from God and the death is ruling in their life. ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു മരണം അവരിൽ വാഴുന്നു. Life is not there in their life. അവരുടെ ജീവിതത്തിൽ ജീവൻ ഇല്ല. Why? എന്തുകൊണ്ടാ? That poison sucked their life. ആ വിഷം അവരുടെ ജീവിതത്തെ വലിച്ചെടുത്തു. That poison of sin that sucked their life. പാപത്തിന്റെ വിഷം അവരുടെ ജീവിതത്തെ വലിച്ചെടുത്തു കളഞ്ഞു. Not able to enjoy liberty in their life. ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല. Therefore,
word of God says, ആയതുകൊണ്ട് തിരുവചനം പറയുന്നു, when we confess our sins, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ he is faithful and just to cleanse all our sins. നമ്മുടെ സകല പാപങ്ങളും കഴുകി ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. Whatever our sins it may be, നമ്മുടെ പാപങ്ങൾ എന്തായാലും he is ready to forgive all our iniquities. നമ്മുടെ സകല കൃത്യങ്ങളും ക്ഷമിപ്പാൻ അവൻ ഒരുക്കമാണ്. In Colossians chapter 1:27, when we read, ലേഖനം 1:27 വായിക്കുമ്പോൾ, Christ will come as a hope of glory then in our lives. നമ്മുടെ ജീവിതത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വരും. When we look upon Christ, ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ, when we confess our sins, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, he forgives all our iniquities നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു. and he comes in our life as a hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായി നമ്മിലേക്ക് അവൻ വരുന്നു. It is not something to mock. അത് പരിഹസിക്കാൻ ഉള്ളതല്ല. Many are challenging. പലരും വെല്ലുവിളിക്കുന്നു. They are questioning അവർ ചോദ്യം ചെയ്യുന്നു, how it happens. എങ്ങനെ അത് സംഭവിക്കുന്നു? When they don't believe, it won't work. അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ക്രിയ ചെയ്യുകയില്ല. When they believe, അവർ വിശ്വസിക്കുമ്പോൾ as a life it will come. ജീവനായി അത് വരും. Whatever poison through sin enter into their life, it will be nullified or go away from their life. പാപത്തിലൂടെ എന്ത് വിഷം അവരിൽ കടന്നു എന്നോ ആ വിഷമൊക്കെയും ക്രിയ ചെയ്യാത്ത നിലയിൽ അത് റദ്ദാക്കപ്പെടും. So whatever sin it is making a enmity against God or hindering God not to work in their life, that must be broken when they see unto living God. ജീവനുള്ള ദൈവത്തെ അവർ നോക്കുമ്പോൾ ദൈവത്തോട് അവർ അടുത്തു വരാതെ വണ്ണം ജീവൻ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുന്ന എല്ലാ പാപങ്ങളും നീക്കപ്പെടും. That's why in these days it is my appeal, if anyone have that venom in their life, venom through sin, let them look into cross and to receive deliverance. ആയതിനാൽ ഈ നാളുകളിൽ ആരുടെയെങ്കിലും ഇതിൽ പാപത്തിന്റെ വിഷം പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂശിലേക്ക് നോക്കി അവർ രക്ഷപ്പെടട്ടെ എന്നാകുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. Second, രണ്ടാമതായി, we have to break the venom of sickness. രോഗത്തിന്റെ വിഷത്തെ നാം തകർക്കണം. He wants to give all healing. സർവ രോഗശാന്തിയെ നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. All must be delivered. This is the desire of God. എല്ലാവരും വിടുവിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. In Acts of Apostles chapter 3 verse 4, when we read, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, when Peter and John going to temple for prayer, പത്രോസും യോഹന്നാനും പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ there was a lame man. അവിടെ ഒരു മുടന്തനായ മനുഷ്യനുണ്ടായി. For long years he was sitting there and asking alms. ദീർഘനാളുകളായി അവൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നു. Even in those days of Jesus also, he had been there but didn't receive deliverance. യേശുവിന്റെ നാളുകളിലും അവൻ അവിടെ ആയിരുന്നു, പക്ഷേ വിടുതൽ പ്രാപിച്ചില്ല. He did not look into Jesus for deliverance. വിടുതലിനായി യേശുവിനെ അവൻ നോക്കിയില്ല. After some days of his death and resurrection, യേശുവിന്റെ മരണത്തിന് ഉയർപ്പിന് ശേഷം ചില നാളുകൾക്ക് ശേഷം now Peter and John going there, പത്രോസും യോഹന്നാനും അവിടെ ചെല്ലുന്നു. he looked upon them. അവരെ അവൻ നോക്കി. What Peter told unto him, പത്രോസ് അവനോട് എന്ത് പറഞ്ഞു? Peter fastening his eyes upon him with John and said, look upon us. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. When he looked upon him, അവൻ അവരെ നോക്കിയപ്പോൾ he said, gold and silver we don't have. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, We have Jesus. എനിക്ക് യേശുവുണ്ട്. In the name of Jesus, rise up and walk. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. When he looked upon them, അവൻ അവരെ നോക്കിയപ്പോൾ they presented Jesus unto them. യേശുവിനെ അവന്റെ മുൻപിൽ അവർ അവതരിപ്പിച്ചു. Immediately, whatever healing and deliverance he heard in his mind, it came to his mind. പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ കേട്ടിരുന്നതായ രോഗശാന്തിയും വിടുതലും അവിടെ കടന്നു വന്നു. Whatever foolishly he missed out, all the blessings came in his mind. I could have received deliverance from Jesus, but foolishly I missed it. If I get, how good it will be. പോഷത്വമായി അവന് ലഭിക്കാതെ പോയതായ യേശുവിനോട് പ്രാപിക്കേണ്ടി ഇരുന്നതായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെയും അവന് മനസ്സിൽ വന്നു, അതെനിക്ക് പ്രാപിക്കാമായിരുന്നല്ലോ. Immediately he looked upon having faith upon Jesus. പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ യേശുവിന് മേൽ വിശ്വാസം വന്നു. He heard the name of Jesus. യേശുവിൻ നാമം അവൻ കേട്ടു. That name entered into his life. ആ നാമം അവന്റെ ജീവിതത്തിൽ That കടന്നു. healed his lameness. അത് അവനെ സൗഖ്യമാക്കി. Lameness had gone immediately. അവനിൽ നിന്ന് മുടന്തു പോയി. He jumped and rejoiced. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. How he got the deliverance, എപ്രകാരം അവന് വിടുതലുണ്ടായി, how that venom which gripped him as a lame man gone away from his life, മുടന്തൻ എന്ന നിലയിൽ ആ വിഷം എങ്ങനെ അവനെ പിടിച്ചിരുന്നു, എങ്ങനെ അത് പോയി, through the name of Jesus. യേശുവിൻ നാമത്തിലൂടെ. When he looked upon Jesus, യേശുവിനെ അവൻ നോക്കിയപ്പോൾ, looked upon the name of Jesus, യേശുവിൻ നാമത്തെ അവൻ നോക്കിയപ്പോൾ within a second that power went into his body that destroyed all the venom which has made under bondage. സെക്കൻഡുകൾക്കുള്ളിൽ ആ നാമത്തിന്റെ ശക്തി അവനിൽ കടന്നു എന്ന് അവനിൽ ഉണ്ടായിരുന്ന വിഷമൊക്കെയും നീക്കി. My grandmother had a special gift. എന്റെ വല്യമ്മച്ചിക്ക് ഒരു പ്രത്യേക വരമുണ്ടായിരുന്നു. She used to pray for those who are
are bitten by any scorpion or serpent or any other poisonous beast, തേളുകുത്തുകയോ പാമ്പ് കടിക്കുകയോ അങ്ങനെ വിഷമുള്ളതായ എന്തെങ്കിലും കടിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. just by prayer, she used to remove all the venom. പ്രാർത്ഥനയിലൂടെ ആ വിഷമൊക്കെ അവർ നീക്കുമായിരുന്നു. So in those days, winter season, especially rainy season, many used to come night time. അന്നാളുകളിൽ ശൈത്യകാലത്ത് മഴക്കാലത്ത് പലരും രാത്രിയിൽ വരുമായിരുന്നു. Scorpion has bitten or serpent has bitten like that. ആ തേളുകുത്തി അല്ലെങ്കിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. I think that time I was around 4 years or 5 years old. അന്ന് എനിക്ക് 4-5 വയസ്സ് പ്രായമുണ്ടെന്ന് കരുതുന്നു. Till I remember that incident. ഇപ്പോൾ ഞാൻ ആ സംഭവം ഓർക്കുന്നു. My grandfather, he was removing certain wooden planks. ചില പലകകളൊക്കെയും എന്റെ വലിയപ്പച്ചൻ And നീക്കുകയാണ്. I received from his hand. ഞാൻ തന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. As a small boy, I was keeping on my chest. ഒരു ചെറുപാലിനായി എന്റെ നെഞ്ചോട് ചേർത്ത് അത് പിടിച്ചു. Under that, there was a king scorpion. അതിനടിയിൽ ഒരു തേളുണ്ടായിരുന്നു. That's king scorpion bitten in my tummy. എന്റെ വയറ്റത്ത് ആ തേള് കുത്തി. It was just nearby belly button. അടിവയറിന്റെ അടുത്ത് കുത്തി. I screamed top of my voice. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. I pushed it down. ഞാൻ അത് തള്ളി. He was standing in a high place. താൻ ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്നു. He saw there that a king scorpion was there. ആ തേളിനെ താൻ അവിടെ നിന്ന് കണ്ടു. Very dark in color വളരെ കറുത്തത് and very big in size. വലുതായിരുന്നു. Immediately he came down and killed it. പെട്ടെന്ന് താൻ വന്നു അതിനെ കൊന്നു. But what to do? He was no idea. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ആശയമില്ല. My grandma was not there. എന്റെ വലിയമ്മച്ചി അവിടെ ഇല്ലായിരുന്നു. My whole body is becoming blue. ശരീരം നീലനിറമായി. They were very strong in faith. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്നു. They put there and they were praying. അവർ അവിടെ കിടത്തി എന്നെ കിടത്തിയിട്ട് I think around 15 or 20 minutes, my grandma came. 15-20 മിനിറ്റിനുള്ളിൽ എന്റെ വല്യമ്മച്ചി വന്നു. Now it was a big challenge. ഇപ്പോൾ വലിയ വെല്ലുവിളിയായി. It is not for others. For her grandson, she had to pray. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, തന്റെ ചെറുമകന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. Others used to bring with bindings. Here it is bitten. So already we bind this place. Like that they used to show. മറ്റുള്ളവർ ഇവിടെയാണ് കടിച്ചതെന്ന് പറഞ്ഞിട്ട് കെട്ടിവെച്ചുകൊണ്ട് വരുമായിരുന്നു. But for me, nowhere to bind. എനിക്ക് കെട്ടുവാൻ ആരുമില്ല. She applied oil. താൻ എണ്ണ പുരട്ടി. Began to say praise the Lord like that. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞിട്ട് തടവി. When she do here, my rest of the body, loins and down, it is becoming blue. താൻ അവിടെ അങ്ങനെ ചെയ്തപ്പോൾ അരയും താഴോട്ടുള്ള ഭാഗം നീല നിറമായി. When she start applying oil down below, my upper side becoming blue. താഴോട്ട് എണ്ണ പുരട്ടിയപ്പോൾ മുകളിലുള്ള ഭാഗം നീല നിറമായി. It was a big battle. അത് വലിയൊരു പോരാട്ടമായി. Around 2.5 hours, she prayed. 2-2.5 മണിക്കൂർ താൻ പ്രാർത്ഥിച്ചു. But without any difficulty, where it has gone, nobody knows it has gone. അതൊരു പ്രയാസമില്ലാതെ എവിടെ പോയി ആർക്കും അറിയില്ല, അത് പോയി. What was there? അതെന്തായിരുന്നു? Name of Jesus. യേശുവിൻ നാമം. Jesus himself touched. യേശു തന്നെ തൊട്ടു. Today, therefore I am standing here. ഇന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. Otherwise that day itself, I would have gone. അല്ലെങ്കിൽ അന്നേ ഞാൻ പോയേനെ. Why I say all these things? എന്തുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നു? Jesus having power even today. യേശുവിന് ഇന്നും ശക്തിയുണ്ട്. We have to look upon Jesus. നാം യേശുവിനെ നോക്കണം. Every day we have to look upon Jesus. അനുദിനവും യേശുവിനെ Not നോക്കണം. calling upon the name of the Lord only. കർത്താവിനെ നാമം വിളിച്ചാൽ മാത്രം പോരാ. We have to look his face. അവന്റെ മുഖത്തേക്ക് നാം നോക്കണം. We have to look his hands. അവന്റെ കരങ്ങളിൽ നാം നോക്കണം. We have to look his chest. അവന്റെ നെഞ്ചിലേക്ക് നാം നോക്കണം. We have to look his side. അവന്റെ വിലാപ്പുറം നാം നോക്കണം. We have to look his legs. അവന്റെ കാലുകളെ നാം നോക്കണം. We have to look all his sufferings. അവന്റെ കഷ്ടങ്ങളെ നാം നോക്കണം. To take away all our sufferings, he died there in that way. നമ്മുടെ കഷ്ടങ്ങളൊക്കെ എടുത്തു മാറ്റുവാൻ അവ്യതത്തിൽ അവിടെ അവൻ മരിച്ചു. Now many are affected by COVID. ഇപ്പോൾ കോവിഡിനാൽ പലരും Some have ബാധിക്കുന്നു. severe headache. ഗുരുതരമായ തലവേദന. Let them look into Jesus. അവർ യേശുവിനെ നോക്കട്ടെ. Already Jesus took all their headache by having that crown of thorn. മുൾക്കിരീടം അണിഞ്ഞതിലൂടെ ഇതിനോടകം അവരുടെ തലവേദനയെല്ലാം യേശു എടുത്തു മാറ്റി. Some having severe cough. ചിലർക്ക് ഗുരുതരമായ ചുമയുണ്ട്. Even he could not speak in such a way, blood choked his lung. സംസാരിപ്പാൻ കഴിയാത്ത പോലെ കഫം തൊണ്ടയിൽ കുരുങ്ങി. Some have severe body pain. ചിലർക്ക് ഗുരുതരമായ ശരീര. Already Jesus took all body pain. യേശു ഇതിനോടകം ശരീരവേദന എല്ലാം എടുത്തു മാറ്റി. Whatever their pain it may be, അവരുടെ വേദന എന്തായാലും just a replacement for their pain, already Jesus took on the cross of Calvary. അവരുടെ വേദനയ്ക്ക് പകരമായി കാൽവരി ക്രൂശിൽ യേശു അതെടുത്തു. Not now, already he took on the cross of Calvary. ഇപ്പോഴല്ല, കാൽവരി ക്രൂശിൽ തന്നെ അവനത് എടുത്തു മാറ്റി. So by looking into him, we are giving that pain to him or sickness unto him, we get deliverance in return. അവനെ നോക്കിക്കൊണ്ട് ആ രോഗം അവന് കൊടുത്തിട്ട പകരമായി രോഗശാന്തി പ്രാപിക്കുന്നു. In the book of Acts of Apostles chapter 14, 9 and 10 when we read, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, here also a man, he was important in his feet.
ഇവിടെ കാലിന് ശക്തിയില്ലാതിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നു. As St. Paul preaching about Jesus and the resurrection of Jesus, വിശുദ്ധ പൗലോസ് യേശുവിനെയും യേശുവിന്റെ ഉയർപ്പിനെയും സംബന്ധിച്ച് പ്രസംഗിച്ചു. while he noticed him, താൻ അവനെ ശ്രദ്ധിച്ചപ്പോൾ he was very eagerly listening that message. അവൻ ദൂത് വളരെ സൂക്ഷ്മമായി From ശ്രദ്ധിച്ചു. the depth of his heart, he was believing and listening. അവന്റെ ഹൃദയത്തിനെ ആഴത്തിൽ നിന്ന് വിശ്വസിച്ച് ശ്രദ്ധിച്ചു. What St. Paul said? വിശുദ്ധ പൗലോസ് എന്ന് പറഞ്ഞു, Just, he said, in the name of Jesus, arise and walk. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. He got healing immediately. അവന് പൊടുന്നനെ രോഗശാന്തി ഉണ്ടായി. How he got healing? അവൻ എങ്ങനെ രോഗശാന്തി Already ഉണ്ടായി? he fixed his eyes upon Jesus. യേശുവിന്മേൽ അവന്റെ കണ്ണുകൾ അവൻ പതിപ്പിച്ചു. That's why that healing flowed in his body. ആയതുകൊണ്ട് രോഗശാന്തി അവനിലേക്ക് പ്രവഹിച്ചു. 14th chapter, 14 verse 9, when we read, 9 വാക്യം വായിക്കുമ്പോൾ, the same heard Paul speak, who steadfastly beholding him and perceiving that he had faith to be healed. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് Said with a loud voice, stand up on thy feet. And he leaped and walked. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. Yes, surely he himself took our infirmities and bare all our sicknesses. അതേ, തീർച്ചയായും നിശ്ചയമായും നമ്മുടെ സകല ബലഹീനതകളും എടുത്തു മാറ്റി സകല രോഗങ്ങളെയും ചുമന്നു. He has forgiven all our iniquities and heals all our sicknesses. നമ്മുടെ സകല കൃത്യങ്ങളെയും ക്ഷമിച്ച സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. That's why word of God says, by his stripes we were healed. ആയതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Thirdly, മൂന്നാമതായി we have to break all the venom of darkness too. ഇരുട്ടിന്റെ സകല വിഷങ്ങളെയും നാം തകർക്കണം. Some, they feel always dark. ചിലർക്ക് എപ്പോഴും ഇരുട്ട് അനുഭവപ്പെടുന്നു. Even noonday, they feel darkness. മധ്യാഹ്നത്തിലും അവർക്ക് ഇരുട്ടെന്ന് തോന്നുന്നു. For them, night is very horrible. അവർക്ക് രാത്രി ഭയങ്കരമാണ്. They can't sleep. അവർക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. They can't concentrate. അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. Why? That darkness, a venom is there that threatens them. എന്തുകൊണ്ടാൽ ആ ഇരുട്ടിന്റെ ഒരു വിഷമുണ്ട്, അത് അവരെ ഭീഷണിപ്പെടുത്തുന്നു. That's why they're not able to pray or rejoice and not to stay alone. അവർക്ക് പ്രാർത്ഥിപ്പാനോ സന്തോഷിപ്പാനോ തനിയെ ആയിരിക്കാനോ കഴിയുന്നില്ല. In Psalms 43:5, when we read, 43 സങ്കീർത്തനം 5 വാക്യം വായിക്കുമ്പോൾ, when they looked upon him, they were enlightened, their faces were not to put to shame. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. When they look upon Jesus, യേശുവിലേക്ക് അവർ നോക്കിയപ്പോൾ what happens? എന്ത് സംഭവിച്ചു? That brings deliverance, or their faces become very bright. അവർക്ക് വിടുതലുണ്ടായി, അവരുടെ മുഖം ശോഭിച്ചു. 34:5. They looked upon him and were lightened, and their faces were not ashamed. 34 സങ്കീർത്തനം 5 വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Just looking upon the face of Jesus, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയതിലൂടെ whatever darkness, that will become light. എന്ത് ഇരുട്ടുണ്ടോ അത് വെളിച്ചമായി That മാറുകയാണ്. gloominess will become light. ആ മന്ദത വെളിച്ചമാകുന്നു. That sorrow or whatever threatening situation it may be, it become nothing. ആ ദുഃഖം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഏതുമില്ലാതാകുന്നു. When Jesus came into this world, യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ before that, they felt like as if whole world are in darkness. അതിനു മുൻപ് മുഴു ലോകം ഇരുട്ടിൽ എന്ന പോലെ അവർക്ക് തോന്നി. That's why in Matthew Gospel chapter 4, verse 16, when we read, ആയതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, the people which sat in darkness saw great light. ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. And them which sat in region, the shadow of death, light is sprang up. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. They were in the regions of death, regions of shadow of death. മരണ നിഴലിൽ ഇരുന്നു. There are so many type of shadow. പല നിഴലുകളുണ്ട്. Shadow of death, മരണ നിഴലുണ്ട്, shadow of darkness. ഇരുട്ടിന്റെ നിഴലുണ്ട്. That is another subject. If God willing, some other day I will explain about അത് that. മറ്റൊരു വിഷയമാണ്. സമയം കിട്ടുമെങ്കിൽ വേറെ ദിവസം പറയാം. But in that, to deliver, they have to look upon Jesus. എന്നാൽ അതിൽ നിന്ന് വിടുതലിനായി യേശുവെങ്കിൽ അവർ നോക്കേണം. Just look upon that brazen serpent. ആ താമ്രസർപ്പത്തെ നോക്കിയാൽ മതി. And there itself, deliverance is there. അപ്പോൾ തന്നെ വിടുതലുണ്ട്. Because he lights every dark places. എന്തുകൊണ്ടാൽ ഏത് ഇരുട്ടിനെയും അവൻ പ്രകാശിപ്പിക്കുന്നു. For him, there is no darkness at all. അവന് ഇരുട്ടേ ഇല്ല. For him, darkness and light is alike. അവന് ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ്. Fourthly, 4-മതായി, in power of enemy also will be broken, or the venom of enemy will be also broken. ശത്രുവിന്റെ ശക്തിയാവുന്ന വിഷവും തകർക്കപ്പെടണം. In 2 Chronicles chapter 20 verse 12, when we read, 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന് 12-ാം വാക്യം വായിക്കുമ്പോൾ, against Josaphat, യഹോശാഫാത്തിന് വിരോധമായി 3 companies of enemies came. 3 ശത്രുക്കളുടെ കൂട്ടം വന്നു. He was in a
utter despair, he had a question what to do. എന്ത് ചെയ്യേണ്ടു എന്ന കഠിന നിരാശയിൽ താനായി. In such a way, he was pushed. No one to help there. അവിധത്തിൽ ആര് സഹായമില്ലാത്ത നിലയിലേക്ക് അവൻ തള്ളപ്പെട്ടു. 20 verse 12 when we read, 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ he immediately admit, പെട്ടെന്ന് അവൻ സമ്മതിച്ചു, I have no might against this great company. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. This great company is coming against us. ഈ വലിയ സമൂഹം ഞങ്ങൾക്കെതിരായി വരുന്നു. Neither know we not what to do. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. Our eyes are look upon thee. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. When enemies came, what he did? ശത്രുക്കൾ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? He did not look unto captains. സേനാധിപന്മാരെ അവൻ നോക്കിയില്ല. He did not look into his weapons. തന്റെ ആയുധങ്ങളെ നോക്കിയില്ല. Instead of looking here and there, he looked upon അവിടെ God. ഇവിടെ നോക്കുന്നതിന് പകരം ദൈവത്തെങ്കിലേക്ക് അവൻ നോക്കി. Enemies are around him, ശത്രുക്കൾ അവനെ ചുറ്റി വളഞ്ഞു. about to kill him, അവനെ കൊല്ലുവാൻ അടുത്തു. about to destroy the nation. ദേശത്തെ നശിപ്പിക്കാൻ അടുത്തു. But what he did? പക്ഷെ അവൻ എന്ത് ചെയ്തു? Looked into that brazen serpent. ആ താമ്രസർപ്പത്തെ നോക്കി. Looked into God. ദൈവത്തെ നോക്കി. That's all. അത്രമാത്രം. And he got courage. അവന് ധൈര്യമുണ്ടായി. He set people to praise God. ദൈവത്തെ സ്തുതിപ്പാൻ ആളുകളെ He നിയമിച്ചു. encouraged others. മറ്റുള്ളവരെ അവൻ ധൈര്യപ്പെടുത്തി. Went for battle. യുദ്ധത്തിന് പോയി. Got wonderful deliverance. അത്ഭുത വിടുതലുണ്ടായി. God did marvelous thing for him. ആശ്ചര്യമായ പ്രവൃത്തിയോ അവനായി ചെയ്തു. Fifthly, അഞ്ചാമതായി even the venom of death also we have to break. മരണത്തിന്റെ വിഷത്തെയും നാം തകർക്കണം. How? എങ്ങനെ? By looking into that brazen serpent. താമ്രസർപ്പത്തെ നോക്കിക്കൊണ്ട Easy way. എളുപ്പവഴി. Look upon me and ye shall be saved. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. In Acts of Apostles chapter 28, 4 and 5 when we read, അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ in his hand a venomous beast, it just began to hang. അവന്റെ കയ്യിൽ ഒരു വിഷമുള്ള ജന്തു തൂങ്ങി. Everybody watching that scene, എല്ലാവരും ആ രംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നു. they told this person is very, in 28 chapter when we read, 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ when the barbarians saw the venomous beast hang on his hand, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ they said among themselves, അവർ ഇപ്രകാരം പറഞ്ഞു, no doubt this man is a murderer, ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല. whom though he hath escaped the sea, yet vengeance suffereth not to live. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. He escaped. അവൻ രക്ഷപ്പെട്ടു. He has come here. Now that beast, just to take revenge, it is hanging on his hand. അവൻ ഇവിടെ വന്നുവെങ്കിലും അവനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ആ ജന്തു ശ്രമിക്കുന്നു. They looked and they said, he will be swollen and he will fall down and die. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കി നിന്നു. They were waiting. അവർ കാത്തിരുന്നു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. Where that venom has gone? ആ വിഷം എവിടെ പോയി? It is a very venomous beast. അത് വളരെ വിഷമുള്ള ജന്തുവായിരുന്നു. And they were waiting. Immediately he will die. പെട്ടെന്ന് അവൻ മരിക്കുമെന്ന് His body will become swollen. ശരീരം വീർത്തു പോകും. He will vomit blood. താൻ രക്തം ഛർദ്ദിക്കും. Like that they were waiting. അങ്ങനെ അവർ കാത്തിരുന്നു. But against their expectation, he was much alive. പക്ഷേ അവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അവൻ നല്ല ജീവൻ പ്രാപിച്ചു. He shook the beast on the fire തീയിലേക്ക് ആ ജന്തുവിനെ അവൻ കുടഞ്ഞു കളഞ്ഞു. and he was very normal. താൻ സാധാരണ പോലെയായി. What was the reason? കാരണം എന്താ? He looked into author and finisher of faith every day. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ He set Jesus before him. യേശുവിനെ മുൻപിൽ അവൻ വെച്ചു. Jesus was continuously before him. യേശുവിന്റെ മുൻപിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. That's why that venom which entered into his body, it do no wrong. ആയതുകൊണ്ട് അവന്റെ ശരീരത്തിൽ കടന്നു എന്ന വിഷത്തിന് ഒരു തിന്മയും ചെയ്യുവാൻ കഴിഞ്ഞില്ല. If we start our day looking into Jesus, യേശുവിനെ നോക്കി നമ്മുടെ ദിനം ആരംഭിച്ചാൽ this venom will not enter into our ഈ body. വിഷം നമ്മിൽ കടക്കയില്ല. It will not do any hurt. അത് ഒരു ദോഷവും വരുത്തുകയില്ല. Because he that is in us is greater than he that is in the world. എന്നാൽ നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. That's why St. Paul encourages, ആയതുകൊണ്ട് വിശുദ്ധ പൗലോസ് set your affection on the things above, നിങ്ങളുടെ വാത്സല്യം ഉയരത്തിലുള്ളതിൽ വയ്പ്പീൻ, not on the things on earth. ഭൂമിയിലുള്ളതിലല്ല. Not only that, അത് മാത്രമല്ല looking into author and finisher of your faith and run your race, he നിങ്ങളുടെ says. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ നോക്കിക്കൊണ്ട് ഓട്ടമോടുവിൻ. From this day onwards, ഇന്ന് മുതൽക്ക് we have to look at our Jesus' face every day, at least 5 minutes. നമ്മുടെ യേശുവിന്റെ മുഖത്തെ കുറഞ്ഞപക്ഷം ഒരു പ്രാവശ്യമെങ്കിലും നോക്കണം. We have to say, നാം പറയണം, in my place you died. എന്റെ സ്ഥാനത്ത് നീ മരിച്ചു. For my deliverance you died. എന്റെ വിടുതലിനായി നീ മരിച്ചു. For my healing you died. എന്റെ രോഗശാന്തിക്ക് നീ മരിച്ചു. For my life you died. എന്റെ ജീവനായി നീ മരിച്ചു. For my salvation you died. എന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ മരിച്ചു. Lord, I believe you, Lord. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. When we look into that cross, നാം ആ ക്രൂശിനെ നോക്കുമ്പോൾ, when we look upon his face, അവന്റെ മുഖത്തേക്ക് നാം look upon his head, അവന്റെ തലയിലേക്ക് look upon his chest, അവന്റെ
മാറിലേക്ക് look നോക്കുമ്പോൾ, upon his side, അവന്റെ വിലാപ്പുറം look നോക്കുമ്പോൾ, upon his hands and feet. അവന്റെ കൈകാലുകൾ നോക്കുമ്പോൾ, Each and every drop when we look upon, അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ നോക്കുമ്പോൾ, in exchange of our weakness, exchange of our sickness or sin, that life will enter into our life. നമ്മുടെ ബലഹീനതയ്ക്ക്, രോഗത്തിന്, പാപത്തിന് പകരമായി അവന്റെ ജീവൻ നമ്മിൽ കടന്നു വരും. What a easy way. എത്ര എളുപ്പമുള്ള വഴി. Let us all close our eyes. നാം എല്ലാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Many a times, without looking unto Jesus, we did many attempts. പലപ്പോഴും യേശുവിനെ നോക്കാതെ പല പരിശ്രമങ്ങൾ നാം നടത്തി. Whatever venom you'll feel in your body, in your family, or amongst your family members, നിങ്ങളുടെ ശരീരത്തിലോ കുടുംബത്തിലോ കുടുംബാംഗങ്ങളുടെ ഇടയിലോ ഏതുവിധ വിഷമുണ്ടെന്ന് തോന്നിയാലും they may be in a very sick state. അവർ വളരെ രോഗാവസ്ഥയിലായിരിക്കാം. But you have to show them that brazen serpent, പക്ഷേ നിങ്ങൾ അവരെ ആ താമ്രസർപ്പം കാണിക്കണം. venom of sickness, രോഗത്തിന്റെ വിഷം, venom of sin, പാപത്തിന്റെ വിഷം, venom of curse, ശാപത്തിന്റെ വിഷം, venom of worldliness, ലൗകികതയുടെ വിഷം, venom of hatred, വിദ്വേഷത്തിന്റെ വിഷം, venom of fear. ഭയത്തിന്റെ വിഷം. As they look upon, നാം അതിനെ നോക്കുമ്പോൾ it will be destroyed. അത് നശിപ്പിക്കപ്പെടും. Whatever yoke like or whatever venom like, it will be destroyed. ഏത് വിഷമായിരുന്നാലും അത് നശിപ്പിക്കപ്പെടും. Let us believe the word of God. ദൈവവചനം നമുക്ക് വിശ്വസിക്കാം. Let us look into Jesus. നമുക്ക് യേശുവിനെ നോക്കാം. For a while, let us all stand up. അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആയവർ മുഖം തെല്ലും ലജ്ജിക്ക നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കുകയില്ല. Many are affected by this COVID. പലരും കോവിഡിനാൽ ബാധിതരായിരിക്കുന്നു. Let them also look into this Jesus, അവരും ഈ യേശുവിനെ നോക്കട്ടെ. resurrected Jesus, ഉയർത്തെഴുന്നേറ്റ യേശു, glorious Jesus, തേജസ്കരിക്കപ്പെട്ട യേശു, hope filled Jesus. പ്രത്യാശ നിറയ്ക്കുന്ന യേശു. Dear child of God, പ്രിയ ദൈവത്തിലെ, let us pray for them. നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. 2 minutes we are going to pray for them. 2 മിനിറ്റ് അവർക്കായി നാം Let പ്രാർത്ഥിക്കാം. God give them this understanding. ദൈവം ഈ അറിവ് നൽകട്ടെ. Instead of looking this man and that man, ഈ മനുഷ്യനെ ആ മനുഷ്യനെ നോക്കി let them look into Jesus. അവർ യേശുവിനെ നോക്കട്ടെ. Let them look into Jesus who is lifted up. ഉയർത്തപ്പെട്ട യേശുവിനെ അവർ നോക്കട്ടെ. There is life. അവിടെ ജീവൻ, There is deliverance. അവിടെ വിടുതലുണ്ട്, There is healing. അവിടെ രോഗശാന്തിയുണ്ട്, There is victory. അവിടെ ജയമുണ്ട്. Yes, let them look into Jesus and receive healing. Father, let's all pray. അവർ യേശുവിനെ നോക്കി വിടുതൽ പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. Hallelujah. Rabala tiraba kasa katira. La rabala siribi katira bala ribi katira. Ribi katira raba hatire shiraba. Lord, let them look into their cross, Lord. Let them look into their cross. Let them look into their cross, Lord. Let them look into the crucified Jesus, lifted up Jesus. Lord, you are the Savior. You are the healer. You are the deliverer. Lord, your blood is enough, Lord. Your word is enough, Lord. Your presence is enough, Lord. Your vision is enough, Lord. Amen. Amen. Heal completely. Heal completely. Heal completely. Deliver them, Lord. Deliver them, Lord. Lord, they are looking at you, Lord. Amen. Amala sibire to be katira raba hatire ribala to the Amen. Let thy name be glorified in Jesus' name. ആമേൻ. When they look upon Jesus, there is healing from all COVID and from all its symptoms too. Father, let's all praise God. അവർ യേശുവിൽ നോക്കുമ്പോൾ എല്ലാ കോവിഡിൽ നിന്നും ലക്ഷണങ്ങളിൽ നിന്നും വിടുതലുണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Amen. We have a lifted up Jesus. നമുക്ക് ഉയർത്തപ്പെട്ടവർ യേശു. Jesus is lifted up for all. സകലർക്കും വേണ്ടി യേശു ഉയർത്തപ്പെട്ടു. Look unto me and be saved. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടും. Look unto me and be healed. എങ്കിലേക്ക് നോക്കി സൗഖ്യം പ്രാപിക്കും. Look unto me and be delivered. എങ്കിലേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പിൻ. Look unto me and get eternal life. എങ്കിലേക്ക് നോക്കി നിത്യജീവൻ പ്രാപിപ്പിൻ. Yes, let everyone look and be delivered. Father, let's all praise God. അതേ എല്ലാവരും നോക്കി വിടുതൽ
വിടുതൽ പ്രാപിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. Amen, 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 amen. Praise the Lord. All the dwelling places of our believers and workers, let the blood of Jesus be seen around. The crucified Jesus be before them, fathers. Praise God. നമ്മുടെ വിശ്വാസികളിൽ ശുശ്രൂഷയുടെ വാസസ്ഥലങ്ങളൊക്കെയും യേശുവിന്റെ രക്തം കാണപ്പെടട്ടെ, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം കാണട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Give all glory, honor and praise to triune God, and triune God only shall we all praise Him. സകല മഹത്വവും മാനവും മഹത്വവും ത്രിയേക ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Let's pray. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ കാത്തു പരിപാലിച്ചു. സന്ധ്യാസമയം ദിവസത്തിലേക്ക് കൂട്ടി വരുത്തിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ദിവസത്തിൽ കടന്നു അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, ദൈവത്തിൽ സന്തോഷിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടി കർത്താവിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയാൽ ഇന്നുവരെ ഞങ്ങൾ മൂലമായി തീരാതിരിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, വേദങ്ങൾ കർത്താവ് ഞങ്ങളെ കരം താങ്ങി നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും അധികം നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിപ്പാൻ കൊണ്ട് എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്ക് ആവശ്യമായ സ്വർഗീയാലോചന തിരുവചനത്തോടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജന അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റപ്പോൾ താമര സർപ്പത്തെ നോക്കി വിടുതൽ പ്രാപിച്ചതുപോലെ നാളുകളിൽ ഞങ്ങൾ മുഴുവോകത്തിനും വേണ്ടി ഉയർത്തപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പാൻ തക്കണം. കർത്താവ് എല്ലാവരും കർത്താവിനെ നോക്കുന്നവരായി കാണപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വിഷം തകർക്കപ്പെടുവാൻ തക്കണം. അകൃത്യങ്ങളെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മൗത്തിന്റെ പ്രത്യാശയായി കർത്താവിലേക്ക് കടന്നു വരുവാൻ തക്കണം. എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. രോഗത്തിന്റെ വിഷം തകർക്കപ്പെടുവാൻ തക്കണം. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അനുഭവിപ്പാൻ, യേശുവിന്റെ നാമം ശരീരത്തിൽ മേൽ വ്യാപരിപ്പാൻ തക്കണം ദൈവം സഹായിക്കണനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിടലുകളുള്ള സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മുന്നേറി പോവാൻ തക്കണം ദൈവം സഹായിക്കണമേ കർത്താവെ. ഇരുട്ടിന്റെ വിഷം തകർക്കപ്പെടുവാൻ തക്കണം. മുഖിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല. കർത്താവിന്റെ വചനപ്രകാരം അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ശോഭിതരായി തിരുവാൻ തക്കണം ദൈവം സഹായിക്കണനായി പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ ശക്തിയായുള്ള വിഷം തകർക്കപ്പെടുവാൻ, മരണത്തിന്റെ വിഷം തകർക്കപ്പെടുവാൻ, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുന്ന കർത്താവിന്റെ വചനപ്രകാരം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, വിശ്വാസത്തിന് നായനും പുറത്തുവരുന്നതുമായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി എല്ലാവരെയും നാളുകളിൽ സമൃദ്ധിയായി ജീവൻ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ അങ്ങയുടെ വചനം കേട്ട പ്രകാരം ജീവിപ്പാൻ തക്കൊണ്ട് നിങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം കേട്ട അതിന് പ്രകാരം ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേക രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടതിനാലും സ്തോത്രം. എല്ലാവരും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ സൂക്ഷിച്ച് അങ്ങയുടെ നാളിനായിട്ട് ഒരുക്കി ഓരോരുത്തരെയും കാത്തുകൊള്ളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, the sweet fellowship of the Holy Spirit rest and abide with us all. Now and Jesus Christ returns in His glory. Hallelujah. 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 Praise the Lord. May God bless you.